ബ്രഹ്മാവിന്റെ ശിരസിൽ നിന്നാണ് ബ്രാഹ്മണൻ ഉണ്ടായത്. അങ്ങനെ ഓരോന്ന് പറയുന്നു. ക്ഷത്രിയൻ കയ്യിൽ നിന്നുണ്ടായി, കാലിൽ നിന്ന് വൈശ്യനുണ്ടായി, ശൂദ്രനുണ്ടാവും അങ്ങനെ പറയും. അപ്പോൾ പട്ടികജാതി പട്ടികവർഗക്കാർ എവിടെ നിന്നുണ്ടായി? അത് മനുസ്മൃതിയിൽ പറയുന്നില്ല. അപ്പൊ ഈ രാമസ്വാമി നായ്ക്കർ പറഞ്ഞു, ഈ മേൽപ്പറഞ്ഞ വിഭാഗങ്ങളൊക്കെ ബ്രഹ്മാവിന്റെ കയ്യിൽ നിന്നും തലയിൽ നിന്നും ഒക്കെ ഉണ്ടായി. പട്ടികജാതിക്കാരും പട്ടികവർഗക്കാരും അവനവന്റെ സ്വന്തം തന്തയ്ക്ക് ജനിച്ചു, അതാണ് പ്രത്യേകത എന്ന് പറഞ്ഞത് ഈ രാമസ്വാമി നായ്ക്കറായിരുന്നു. അതവിടെ നിൽക്കട്ടെ. ആ പട്ടികജാതി പട്ടികവർഗ വിഭാഗത്തിൽപ്പെട്ടവരെ മനുഷ്യരായി തന്നെ പരിഗണിച്ചിട്ടില്ല RSS. അതുകൊണ്ടോ അത് പ്രത്യേകം എഴുതേണ്ട കാര്യമില്ല. അപ്പൊ ഈ 3 1 4 വിഭാഗം, മുസ്ലിങ്ങളും ക്രൈസ്തവരും കമ്മ്യൂണിസ്റ്റുകാരും പട്ടികജാതിക്കാരും, ഈ നാടിന്റെ ഭീഷണിയാണെന്ന് കരുതുന്ന ഇവരൊന്നുമില്ലാത്തൊരു ഇന്ത്യയാണ് RSS സ്വപ്നം കാണുന്ന ഇന്ത്യ. അപ്പൊ ചിലരുള്ളിൽ കരുതും നമ്മൾ രക്ഷപ്പെട്ടു, നമ്മൾ മുസ്ലിമല്ല, ക്രിസ്ത്യാനിയല്ല, കമ്മ്യൂണിസ്റ്റ് അല്ല, പട്ടികജാതിയല്ല. അങ്ങനെ ആശ്വസിക്കാൻ വരട്ടെ. അങ്ങനെ ആശ്വസിച്ചിരിക്കാനാവില്ല. നിങ്ങൾ മുസ്ലിമോ ക്രിസ്ത്യാനിയോ കമ്മ്യൂണിസ്റ്റോ പട്ടികജാതിയോ അല്ലെങ്കിലും നിങ്ങളൊരു മതനിരപേക്ഷവാദിയാണെങ്കിൽ, നിങ്ങൾ വർഗീയതയെ എതിർക്കുന്നുവെങ്കിൽ, രാജ്യത്തെ ശിഥിലമാക്കാൻ ശ്രമിക്കുന്ന RSSനെതിരായ നിലപാട് സ്വീകരിക്കുന്നുവെങ്കിൽ, നിങ്ങളും RSSന്റെ പട്ടികയിൽ കൊല്ലപ്പെടാൻ യോഗ്യതയുള്ളവരാണ്. ഇപ്പൊ ഗൗരി ലങ്കേഷ് ക്രിസ്ത്യാനിയായിരുന്നു, മുസ്ലിമായിരുന്നു, പട്ടികജാതിയായിരുന്നു, കമ്മ്യൂണിസ്റ്റ് ആയിരുന്നു. നരേന്ദ്ര ധാബോൾക്കർ, ഗോവിന്ദ പൻസാരെ, ജസ്റ്റിസ് ലോയ, RB ശ്രീകുമാർ, സഞ്ജീവ് ഭട്ട്, ഞാൻ ഈ പറഞ്ഞവരിലേറെ പേരെയും ഇതിനോടകം കൊന്നുതള്ളി, മറ്റുള്ളവരെ തുറങ്കിലടച്ചു. എന്തിന്? ഇവരൊക്കെയും RSSന്റെ ഹിംസോന്മുഖമായ വർഗീയതയെ എതിർത്തു. അവർ മതനിരപേക്ഷതയുടെ കൊടിക്കീഴിൽ നിലയുറപ്പിച്ചു. നിങ്ങൾ മതനിരപേക്ഷവാദിയാണെങ്കിൽ, നിങ്ങൾ RSSന്റെ ആക്രമണോത്സുക വർഗീയതയെ എതിർക്കുന്നുവെങ്കിൽ, നിങ്ങളും കൊല്ലപ്പെട്ടേക്കാം, നിങ്ങളും തുറങ്കിലടയ്ക്കപ്പെട്ടേക്കാം എന്നതാണ് ഈ രാജ്യത്തെ സ്ഥിതി. മതനിരപേക്ഷവാദികളുടെ ഒരു റിപ്പബ്ലിക്കിനെയല്ല, സമ്പൂർണമായും വർഗീയവാദികളുടെ ഒരു രാഷ്ട്രത്തെയാണ് RSS സ്വപ്നം കാണുന്നത്. RSS രൂപീകരണത്തിന്റെ 100ാം വർഷത്തിൽ ഇന്ത്യയെ ഒരു മതരാഷ്ട്രമായി പ്രഖ്യാപിക്കണമെന്നാണ് അവർ ആഗ്രഹിക്കുന്നത്. 2025 RSS രൂപീകരണത്തിന്റെ 100ാം വർഷമാണ്.